മുത്ത ഒരു കാര്യം ഞാൻ പറയുവാണേ, ഇത് 1,00,000 രൂപയുടെ മൊബൈലാണ്. ഇത് മേടിക്കുന്നവൻ എന്തായാലും തിരുവനന്തപുരമാണോ എറണാകുളമാണോ ഏത് ആർക്ക് കിട്ടിയാലും ഇവിടെ വന്ന് മേടിക്കണം. വരുമ്പോൾ കിട്ടുന്നവൻ ആരായാലും കാശിയാണ് തിരഞ്ഞെടുക്കുന്നത്. സോ കിട്ടുന്നവന് 2 കവർ കാണും. കാശിപ്പാന് ഉടുപ്പും കാശിപ്പാന് കളിപ്പാട്ടവും. അല്ലാണ്ട് ഇവിടെ വന്ന് ഞാൻ ഗേറ്റ് തുറക്കത്തില്ല. ഉള്ള കാര്യം പറയാം. ആളില്ലാത്ത രീതിയിൽ ഞാനിവിടെ ആരും ഇല്ല എന്നുള്ള രീതിയിലാക്കുവേ. ഉള്ള കാര്യം പറയുകയാണ്, ഗേറ്റ് ഒന്നും തുറക്കത്തില്ല, ഇതൊക്കെ പൂട്ടിയിട്ടേക്കും. നിങ്ങൾ ആരും ഇല്ലാത്ത രീതിയിലായിട്ടിരിക്കും. ഉടുപ്പും കളിപ്പാട്ടവും കാശിപ്പാനും വേണം, കേട്ടല്ലോ. അതുള്ള കാര്യമാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അവൻ മേടിച്ചോണ്ട് വന്നു. പക്ഷെ അവൻ പറ്റിച്ചു കേട്ടാ. അവൻ ഏതോ ഒരു സ്ഥലത്ത് നിന്ന് ചെറിയൊരു ഉടുപ്പാണ് മേടിച്ചത്. നല്ല ഉടുപ്പോ നല്ല മാട്ട ഉടുപ്പാണ്ട് മേടിച്ചത്. നല്ല ഉടുപ്പും നല്ല കളിപ്പാട്ടവും മേടിച്ചിട്ട് ഇവിടെ വരാവുള്ളൂ. 1,05,000 രൂപയ്ക്ക് മേടിച്ചാണ് റാവുത്തർ ഈ മൊബൈൽ. നാട്ടിൽ നിന്ന് മേടിച്ചാണ്, നാട്ടിലത്തെ ഷോപ്പിൽ നിന്നാണ് ഇത് മേടിച്ചത്. ദുബായിൽ നിന്നൊന്നും ഇറക്കിയേക്കണ സാധനമില്ല. പക്ഷെ TRA ആണ്. പക്ഷെ നാട്ടിൽ നിന്നാണ്, നാട്ടിലത്തെ ഷോപ്പിൽ നിന്നാണ് സാധനം മേടിച്ചേക്കണേ. ഓക്കെ ആണല്ലോ. ഏതവനായാലും ചെയ്തോണം. കാശിപ്പാനും ഉടുപ്പും കളിപ്പാട്ടവും ഉള്ളാതെ ഇവിടെ വരരുത്. എന്നില്ല കേട്ടതില്ല. Congratulations, here are the winner. First guy is there. ദർശൻ ഓക്കെ ഇൻസ്റ്റെടുത്ത് നിന്റെ ഒരാളെ നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നതാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ ഗൈസ്. ഹു ഈസ് ദി നെക്സ്റ്റ് ഗൈ? ലെറ്റ്സ് ഗോ. പ്രഭദാസ് അല്ലോ മണികണ്ഠൻ. ഓക്കെ, കണ്ണുണ്ടായി ഫോട്ടോ കണ്ടുണ്ടാ കണ്ണുണ്ടാ ചവൻ കണ്ടിട്ട് റൈഡറാണ് അവൻ. അമ്മ റൈഡർ. ഓ കണ്ട അക്ഷയ് വരും. ഒരാളെ എടുത്തേ കാശുമ, ഒരാളെ എടുത്തേ കാശുമ. ഒരാളെ ആ 2 പേരുണ്ട്. ആ താഴെ ഇട്ടവൻ അതുപോലെ തന്നെ. ഒരാളെടുത്ത കാശുമത്തെ ഇല്ല, താഴെ പോട്ടില്ല. എടുത്ത് ഇല്ല, 2 ഒരെണ്ണം മതി. ഇനി എടുത്തോ, ആശുവിനെ എടുത്ത് പിടിച്ചോനെ. എടുത്ത് ഒരെണ്ണം എടുത്ത് താഴെ ഇട്ടില്ല അവൻ. അതെടുക്കാം, വേറെ എടുക്കുന്ന പറ്റത്തില്ല. ഇത് പിന്നെ എടുക്കുന്ന കാശിപ്പാനെ ചെവി മുറിഞ്ഞിരിക്കുന്നു കാശിന്റെ. മതി കാശിപ്പാ, മതി കാശിപ്പ മതിയേ. പിടിച്ചോ. ഓക്കെ ഗൈസ്, ഇതാണ് വിന്നർ. ഇത് ആരാണെന്ന് അറിയത്തില്ല, പക്ഷെ ഇവൻ ആരായാലും വരുമ്പോൾ സാധനം കൊണ്ടേ കൊള്ളാവുള്ളൂ. എന്താണ് നോക്കുന്നത്? ഒന്നുകൂടെ എടുക്കാൻ. അപ്പോൾ അവനെടുത്ത് കറക്റ്റ് കൈ തന്ന സാധനമാണ്. ഒരാളെ എടുക്കാൻ വേണ്ടി പറഞ്ഞതാണ്, ഒരെണ്ണം എടുത്ത് കറക്റ്റ് കൈ തന്നതാണ്. ബാക്കിയെല്ലാം കാശ് എടാ നമ്മളുണ്ട്, കാശ് പെയ്ഡ് ആക്കുന്ന. എടാ നിനക്ക് വന്നിട്ട് ഒരു കുഞ്ഞിനെ വന്നിട്ട് ഇവിടെ വേണ്ട പെയ്ഡ് പരിപാടി കാണിക്കുന്നു. നീ മറ്റേ ഇത് വർത്താനം പറഞ്ഞല്ലോ. എടാ മൊബൈൽ എടുക്കണേ, അവനെ വീഡിയോ കോൾ ചെയ്യാനാണ്. എൻ്റെ മൊബൈൽ മുദ്ര, നീയാണ് വിന്നറ്. കേൾക്കുന്നുണ്ടാ? എന്താണ് ഈ അവസ്ഥ പറയാനുള്ളത്? നിനക്ക് എത്ര വയസ്സുണ്ട്? ഡിവൈസ് ഉണ്ടാ നിനക്ക്? എന്നാ ഡിവൈസ് ഉള്ളേ? എന്നെ IQ ഗെയിമിംഗ് ഡിവൈസ് ആണ്. എടാ കൂട്ടുകാരനാണോ അപ്പുറം ഞാൻ കാണിച്ചേ? എടാ നീ പങ്കെടുത്തായിരുന്നാ? കിട്ടിയില്ലല്ലേ? ഇവന് കിട്ടിയല്ലേ? ആരൊക്കെയുണ്ട് വീട്ടിൽ? ആരൊക്കെയുണ്ട്? കാണിച്ചേ. എവിടെ എന്ത് ചെയ്യുന്നു? ഓക്കെ അവന് ഡിവൈസ് ഉണ്ട് കേട്ടാ. മതി, അവന് ഡിവൈസ് ഉണ്ട്. പക്ഷേ ഡിവൈസ് ഉള്ളവനാ നീ കേട്ടാ. എന്നാടാ എന്നാ വേറെ ഡിവൈസ് മേടിക്കാൻ എന്നാ വരണേ? സൺഡേ വരുമ്പം അവിടുത്തെ ലൈവിൽ പറഞ്ഞ കേട്ടായിരുന്നാ? എല്ലാം മേടിച്ചോണ്ട് വരണം. കാശിപ്പാൻ എല്ലാം മേടിച്ചോണ്ട് വരണം. നീ എത്ര വയസ്സുണ്ട് നിനക്ക്? എത്ര വയസ്സുണ്ട്?
BGMI കളിക്കുന്ന ആളാണ് നീ. എന്നെ ഈ ഡിവൈസ് ഇട്ട് എന്താ ചെയ്യാൻ വേണ്ടി പോണേ? അല്ല വിൽക്കൂ അതോ ആണല്ലേ? പക്ഷെ നീ ഡിസർവ് അല്ല കേട്ടോ, നിനക്ക് ഡിവൈസ് ഉണ്ട്. പക്ഷെ നീ ആ ലക്കീസ് മാൻ. നിനക്ക് ഡിവൈസ് ഉണ്ട്, ജാലി ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നിനക്ക് കിട്ടി, നീ പറഞ്ഞിട്ട് കാര്യമില്ല. എത്ര ഉണ്ട് സാലറി? എത്ര ഉണ്ട്? 6000. എന്താ അതെന്ത് പറ്റി? മോൾസാന്റെ ഷോയ്ക്ക് അത്ര വരും. ഓക്കെ നീ നിന്നെ ചപ്രീന്ന് വിളിക്കുന്ന കേട്ടോ പിള്ളേരെല്ലാരും. നീ കണ്ണാന്തിയാണ്, റൈഡറാണ്. എടാ സന്തോഷമാണ്, ഭയങ്കര സന്തോഷമാണ്. ആണോ? ഭയങ്കര സന്തോഷമാണ്. ഒരു ലെക്കാട്ടോ, സീരിയസ്ലി വല്ല 1,05,000 രൂപയ്ക്ക് നാട്ടിൽ നിന്ന് തന്നെ മേടിച്ചാണ് ഡിവൈസ്. റാവുത്തറിനോടാണ് നീ ടൈപ്സ് പറഞ്ഞത്. റാവുത്തറാണ് നമ്മൾ അറിയാം. റാവുത്തർ ആരാന്ന്? റാവുത്തറാണ് ഡിവൈസ് സ്പോൺസർ ചെയ്തേക്കണേ. ശരിക്കും പേരെന്താ? അക്ഷയ് എന്നാണ്. പാവം കൺഗ്രാറ്റ്സ് എടുത്ത് നല്ല പയ്യനാണ്. ലൈഫ് ഓഫ് ഫെയർ ഗിവ് അവേ സത്യത്തിൽ ഫെയിലാണ്. ഡിസർവിങ് ആൾക്കല്ല കിട്ടിയത്. ഞാനൊരു കാര്യം പറ്റേ, നിന്റെ തന്ത ദൈവം ബലമാണോ? മറ്റേ ഡിവൈസും ഇല്ല, ആർക്കും ഇല്ലാത്തവർക്ക് മറ്റേ കിട്ടാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ ഇതിൽ നിന്നിട്ട് കിട്ടുന്ന ആൾക്കേ നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് മറ്റേ കിട്ടിയ ആൾക്ക് കൊടുക്കാണ്ട് വേറെ ഒരുത്തനെ കൊണ്ട് മറ്റേ കൊടുക്കാൻ വേണ്ടി പറ്റത്തില്ല. മനസ്സിലായോ? അങ്ങനെ കൊടുത്തത് നാളെ ഈ ഇവിടെ യൂട്യൂബ് വന്ന് കുറച്ച് ലൈവ് ചെയ്യേണ്ട കാര്യമില്ല എനിക്ക്. എല്ലാ പിള്ളേരും അവിടെ ആട്ടും എന്നെ. മനസ്സിലായോ? എടാ ശരിടാ, നിനക്ക് എന്നാലും കിട്ടി. പിള്ളേരെല്ലാം പറഞ്ഞ് മറ്റേ സ്ക്രിപ്റ്റ് എഴുതാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിള്ളേരൊക്കെ, കുറെ ആൾക്കാർ. ആരൊക്കെയുണ്ട് അവിടെ? ആരൊക്കെയുണ്ട്? കാണിച്ചെല്ലാരും. എന്നാ മക്കളെ? ഓക്കെ, അതെ ശരിടാ. ബൈ ടാറ്റാ. പൊട്ടിച്ചോ? നീ പൊട്ടിച്ചെന്നോ? പൊട്ടിച്ചത് മറ്റേ ഇതല്ലേ ഐഫോൺ പൊട്ടിക്കുന്നത്? ഇങ്ങനല്ല ഐഫോൺ പൊട്ടിക്കുന്നത്. ഇവിടെ സാധനമാണ്, അത് വലിച്ച മനസ്സിലായോ? കണ്ടാ ഇത് ഇങ്ങനെ പൊട്ടിക്കുന്നത്. ഏതോ ഓളാ അത് കുഞ്ഞായി കടിച്ചതാണ്. അവിടെ കുഞ്ഞായി കടിച്ചതാണ്. ഇങ്ങനെ കുഞ്ഞായി അവിടെ കടിച്ചിട്ട് മറ്റേ വെള്ളം ഇതിട്ട് ഇതായിട്ടിരിക്കും. മനസ്സിലായ? സൈഡ് ഇത് ഒട്ടിച്ചു വെച്ചു പോണം. ഇവിടെ ഒട്ടിയിരിക്കും. ഒട്ടിച്ചു വെച്ചിട്ടുണ്ടല്ലോ. എന്തോടാ? ഞാൻ ഇവിടെ ഇല്ലടാ. ഓക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടോ? പൊട്ടിച്ചു വെച്ചേക്കണ ഭാഷയാണുണ്ടോ ഇവിടെ? ഫുള്ളായിട്ട് ഓപ്പൺ ആവുള്ള ഫുള്ളായിട്ട് മറ്റേ ഇത് എൻ്റെ മൊബൈൽ ഓപ്പൺ ആയിട്ടില്ല. ഭാഷ പിടിച്ചിട്ട് ഫുള്ളായിട്ട് ഡിവൈസ് ഇല്ല. ഇതന്നെ കല്ല് വെച്ച് കൊടുത്തേക്കണം. 16 GB. ഇതെന്ത് മയില്? എനിക്കറിയത്തില്ല. കല്ല് വെച്ച് കൊടുത്തേക്കുന്ന നീ വീട്ടിൽ മൊബൈൽ എടുത്തരാ. റാവത്തിന് നമ്പർ ഉണ്ടോ എൻ്റെ? ഇല്ല. എടാ ഇതിനകത്തുണ്ടോ നമ്പർ? പ്രാങ്കല്ലേ സമ്മത്യം. പ്രാങ്കില്ല. പ്രാങ്ക് ചെയ്യുന്നേ ഇന്നത്തെ മൊബൈൽ എടുത്ത് കോണ്ടാക്ട് നമ്പർ മയില് പശയൊക്കെ വെച്ചിട്ട് ഏത് കൊണ്ണ ഒട്ടിച്ചു കൊടുത്തേനെ? എനിക്ക് അമ്മേനെ നിർത്തിയിട്ടു. അഭിനയം എല്ലാമത്തെ ഞാൻ എന്തിനാ ഒന്ന് അഭിനയിക്കുന്നു നിന്റെ ഒക്കെ എടുത്ത് വന്നിട്ട്?
ഇട്ടേക്ക് ആടാ എടാ വാട്സപ്പ് എടുത്ത അവിടെ ഉണ്ടായിരുന്നു എൻ്റെ മൊബൈലിൽ ഞാൻ ഉള്ളിൽ വിളിച്ച് ഓസ്കാറാ ആ കയ്യിലിരിക്കണല്ലേന്നോ ഇവിടെ വലിയ കണ്ടോ ഇത് കല്ല് ചൊട്ടിച്ചു കൊടുത്തേക്കണം ഡിവൈസ് വെച്ചേക്കണം. ഞാൻ അല്ലേ പേടിച്ചു ഇങ്ങനെ ഇങ്ങനെയല്ലല്ലോ സത്യം. പരിശോധിച്ചിരിക്കുന്നതാണ് നീ പേടിക്കാൻ നിന്റെ ഡിവൈസ് ഇങ്ങനെ കേട്ടു നീ പേടിക്കാൻ ചെയ്യണ്ടാണ്. ആ ഇത് എന്ത് കുന്നത്ത് നല്ല ആക്ടിങ്. എൻ്റെ അമ്മയാണ് എത്തിയിട്ട് മുത്ത ആയിട്ടില്ല എടുത്തില്ല എടുക്കുന്നില്ല. ശരത്തന്നെ വിളിച്ചോളാം. നല്ല ഊമ്പിയ സ്ക്രിപ്റ്റ് എന്നാ ഒന്ന് പൊളിച്ചു നീ ഒന്ന് എന്ത് അവസ്ഥയാണിത്. ഇവനെങ്ങാനും വീട്ടിൽ പോയിരുന്നില്ല. ഇവിടെ ഓപ്പൺ ചെയ്താന്നേ അതിനുള്ളിൽ എന്താ നോക്കി കമ്പിയായിട്ട് വെച്ചേക്കുന്നു. കാരണം ഫോണിന്റെ അത് വെയിറ്റ് ഒക്കെ ഉണ്ട് സാധനത്തിന്. ഇത് അന്നാരെങ്ങനെ ചെയ്തേ? എടാ സ്ക്രിപ്റ്റ് അല്ലടാ മുത്ത. ഞാൻ എന്തിനാണ് ആക്കുന്ന ഞാൻ തുപ്പി എണ്ണനാണ് കുണ്ണകളെ ഞാൻ ഇങ്ങനെ കാണിക്കാൻ വേണ്ടി. ഇത് കമ്പി നിന്ന് ഊരിക്കാൻ എൻ്റെ കയ്യിൽ പശ പറ്റും. ശരത്താന്ന് വിളിക്കണം മണ്ട. ശരത്തന്റെ നെറ്റ് ഓഫാണ്. ശരത്തന്റെ ഫോണിൽ ഇത് ഓഫാ. ഓമ്പി അഭിനയെന്നോ മുത്ത? അഭിനയൊന്നും അല്ലടാ. ഷിറാസിലെ ഐ എം നോട്ട് ഡൂയിങ് അഭിനയം ഗൈസ്. ശരത്തന്റെ നമ്പർ മറ്റേ നോർമൽ നമ്പർ ശരത്തണ്ണ കേൾക്കുന്നുണ്ടാ? ശരത്തണ്ണ അവളോട് പറഞ്ഞ റാവുത്തൻ നമ്പർ ഒന്ന് എനിക്ക് വാട്സപ്പിലോട്ട് അയക്കണം. ഈ വാട്സപ്പിലോട്ട് സ്മോക്കിന്റെ വാട്സപ്പിലോട്ട് ഒന്ന് അയക്കാൻ പറഞ്ഞ അവളോട്. കമ്പി നീ മേടിക്കാൻ നീ കരയും ചെയ്യല്ലേ മുത്തേ? എടാ എൻ്റെ ഐഫോൺ പെട്ടിയില്ല. ഇങ്ങനെ വരേണ്ട സാധനം ഇതുകൊണ്ടാ. ചുമ്മാ പെട്ടെന്ന് ഊമ്പി അഭിനയം അഭിനയമല്ല ടീം വർക്കോ അല്ല ടീം എന്താ അപരാധാണ്. റാവുത്തരെ കേൾക്കുന്നുണ്ടാ? റാവുത്തരെ കുണ്ണത്തരം കാട്ടാ. ഇത് പ്രശ്നമായേ കേക്കുന്നുണ്ടാ? മ്യൂട്ടാക്കിയ ഇയാള്. എടാ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മുത്ത ഇത് കണ്ടാ നിങ്ങള്? ഇതൊരു ഡിവൈസ് ആണ്. ഇത് ഇങ്ങനെ പൊട്ടിക്കും തോന്നുന്നുണ്ടാ? അഭിനയം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പൊട്ടിക്കും തോന്നുന്നുണ്ടാ? ഐഫോണിന്റെ ഒരു റാവുത്തരെ കേൾക്കുന്നുണ്ടാ? റാവുത്തരെ എന്നായിരുന്നു മറ്റേ ലൈവ് കണ്ടാ? റാവുത്തരെ മറ്റേ ഒരു ഡിവൈസ് ഇല്ലേ അതിനകത്ത് കമ്പിയാണ് റാവുത്തരെ. കമ്പി ഇരുമ്പില്ലേ ഇരുമ്പ്. ആ അമ്മയാണ് ഇരുമ്പ് കട്ട ഇരിക്കണ അതിനകത്ത്. അതെ ലൈവ് എടുത്ത് നോക്ക്. എത്ര രൂപ കൊടുത്തായിരുന്നു മൊത്തം? ലൈവില് വെയിറ്റ് ആക്ക്. അല്ല ഞാൻ കഴിച്ചിട്ട് എത്ര രൂപ കൊടുത്തായിരുന്നു? അല്ല മൊത്തം എത്ര കൊടുത്തു? അത് എന്നായിരുന്നു 60 Pro Max അല്ലേ? റാവുത്തരെ എനിക്ക് കല്ലാണ് ഇരിക്കണം അതിനകത്ത്. കേൾക്കുന്നുണ്ടല്ലോ? വിളിക്കിട്ടെന്നൊന്നുകൂടി കൊള്ളാടെ ഫോൺ എടുത്ത് മുട്ടായി അവനെ ഊമ്പിച്ചില്ലെന്ന മാറ്റിയിട്ട് ഓസ്കാർ ഗൈസ് അമ്മയാണ് നേരെ ആക്ടിങ് അല്ല. മനസ്സിലായ? അങ്ങനെ എനിക്ക് ഇവിടെ കൊണ്ടുകൊണ്ട് ഇവൻ വരുമ്പോൾ എനിക്ക് ഇവൻ്റെ മൊബൈൽ കൊടുത്ത് എനിക്ക് വിട്ടാൽ മതി. മനസ്സിലായ? പിന്നെ അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം പറയും ഇതിനകത്ത് കല്ലാണോ കുണ്ണയാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഓർത്ത് ഐഫോണിൻ്റെ ഒരു കവർ പൊട്ടിക്കുന്ന എങ്ങനെയാണെന്നറിയോ? ഇവിടെ 2 സാധനമുണ്ട്.
ഈ സാധനം വലിച്ചു പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഊരിയെടുക്കുക. ഇതിന് കല്ല് കൊണ്ട് കയറ്റി വെച്ചേക്കണേ ഇതിനകത്ത്. ഈ സാധനം മാത്രം ഒറിജിനൽ, ഇത് മാത്രം ഒറിജിനലാ. ഫോൺ മാത്രം ഊരിയെടുത്തു. ഫോൺ ഊരിയെടുത്തേക്കണ. ഈ സാധനം അതേപോലെ തന്നെ മയില് ഒന്നും മറിച്ചിട്ടില്ല. ഇല്ല, അത് കണ്ടക്റ്റാ, വർക്കിംഗ് അല്ലേന്നോ. നിന്റെ തന്ത ഇത് വർക്കാക്കുന്നത്. ഇതെങ്ങനാ വർക്കാവണത്? ഇതെങ്ങനെ വർക്കാവണത്? കല്ല് കമ്പി ഇത് തെളിയില്ല, കണ്ടില്ലേ? ഇവിടെ സമയം കണ്ടോ? ഇവിടെ ആപ്പിളിന്റെ ചിത്രമുണ്ട്. കല്ല് തെളിയുന്നു. വർക്കിംഗ് അല്ലേ? അത് അടുത്തവൻ അല്ല, അവനാ കമാൻഡർ പ്രാങ്ക് കണ്ടടാ. എടാ ഇത് കണ്ടോ, ഒരു ഐഫോണിന്റെ കവർ ഇങ്ങനെയാണോ ഇരിക്കണത്? ഇത് കണ്ടതേ, കണ്ട ഐഫോണിന്റെ പെട്ടിയാ. 1,00,000 കൊടുവെക്കില്ലേ? ഇത്ര വളരെ കല്ല് 1,50,000 കല്ലുണ്ടോ? എനിക്കും അറിയത്തില്ല. റാവുത്തറിന് ഈ 1,00,000 രൂപയൊക്കെ വെച്ചിട്ടുള്ള ഈ സ്കാം കയറുന്ന കാര്യം വരണ്ട. അവിടെ ഒരു 2, 5, ഒരു 10 കോടിയൊക്കെ ആണെങ്കിൽ പിന്നെ റാവുത്തറൊക്കെ ശ്രമിക്കും. ഇതൊക്കെ എന്നാത്തിന് നോക്കാനാണ്. എന്നാലും എങ്ങനെയാടാ 2 ദിവസം ഒരുമിച്ചിട്ട് ഇവിടെ വെച്ചേക്കണായിരുന്നത്. ഈ ഡിവൈസ് വെച്ചാണ് ഞാൻ മൊബൈലിൽ കല്ല് വെച്ച് കമ്പി വെച്ച് ഗിവ് ചെയ്ത ഞാൻ. പക്ഷെ ഫോണിന്റെ കറക്റ്റ് വെയിറ്റിന് കമ്പി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? കറക്റ്റ് വെയിറ്റ് കറക്റ്റ് വെയിറ്റ് ആണ്. എന്റെ ഐഫോൺ കറക്റ്റ് വെയിറ്റ് ആണ്. ഇതിന് ഇച്ചിരി കൂടുതലുണ്ട്. പെട്ടിയുടെ നമ്മൾ വെയിറ്റ് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ശ്രദ്ധിക്കില്ലല്ലോ. നിന്റെ 60 മണാഴ്ച കൊടുത്തു വിടാ പുണ്ടച്ചി അഭിനയിക്കണ ഈ കല്ല് വെച്ച് കൊടുക്കാൻ വേണ്ടിട്ട്. വിളിച്ചിട്ടുണ്ടോ? അത് ഇതെന്താ സത്യാവസ്ഥ അറിയണ്ടേ നമുക്ക്? ക്ലിയർ ആക്കാനല്ലോ. ഇത് നാളെ ഞാൻ മേടിച്ച ഷോപ്പിൽ ഞാൻ എന്തായാലും പോവാം. നാളെ ഞാൻ ഇല്ല രാത്രി ഞാൻ പിന്നെ മെസ്സേജ് പറഞ്ഞു. അവിടെ ഇവനാണ് ആഗ്രഹിച്ച് വരികയും ചെയ്ത് ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് വന്നിട്ട് ചെയ്യുന്നാരോ കല്ല് മേടിക്കണം. വിഷമിക്കുന്നാണോ? അവരുടെ മുഖത്ത് ചീരി പോയതായിപ്പോ പാവം 60 എടുക്കാന്ന് വിചാരിച്ച് ഓറാക്കിയത്. ഈ കിളവനൊക്കെ എന്താണ് പറയുന്നത്? റീഗോടെ നിങ്ങൾ അൺബോക്സ് ചെയ്ത വീഡിയോ ഉണ്ടോ? ഇതിൽ കൂടുതൽ എങ്ങനെ പ്രാങ്ക് ചെയ്യുവാണെങ്കിൽ തന്നെ എടാ ഇവന് കൊടുക്കുമ്പോൾ പുത്തൻ ഡിവൈസ് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ഞാൻ ഉപയോഗിച്ച ഡിവൈസ് കൊടുക്കാൻ പറ്റത്തില്ല, മനസ്സിലായാ? അതൊരിക്കലും കൊടുക്കാൻ പറ്റത്തില്ല നമുക്ക്. അതുകൊണ്ടാണ്, അല്ലാണ്ട് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. അവന് പറയണ ഫ്രഷ് പീസ് അല്ലേ കൊടുക്കാന്ന് പറയണേ. എടാ ഇതെന്തായാലും അതല്ലേ നീ കുര ചോമായി. എനിക്ക് ചുമ സാഹിബിന് ചിരി കണ്ടാതെയാ.
മുത്ത ഞാൻ ഇങ്ങനെ വന്നിട്ട് പരിപാടി ഒന്നും കാണിക്കത്തില്ല, നിനക്ക് തോന്നുന്നുണ്ടോ? എന്നാലും എങ്ങനെ കൈസ് ഇത് ഓവർ നിർത്തിപ്പോടെ മുത്തേ, വെറുപ്പിക്കലാ. എന്റെ പൊന്നു പുടാച്ചി മോനെ, എന്നാ ഞാൻ ഇമ്മാരെ ഫ്രണ്ടിൽ എന്റെ അമ്മയാണ് ഡിവൈസ്. എന്റെ അമ്മനത്തെ ഞാൻ കണ്ടേ, ഇത് എന്റെ ഡിവൈസ് ആണ്. ഞാൻ ഈ ഡിവൈസ് തുടച്ചൊക്കെ വെച്ചേക്കാണ്. ഇവൻ ഈ ഡിവൈസ് കൊടുത്ത് അൺബോക്സ് ഒക്കെ ചെയ്തിട്ട് കാര്യമെല്ലാം പറഞ്ഞിട്ട് മൂക്കിനെ കൊണ്ട് അവര് സിനിമ കണ്ടോണ്ടിരിക്കും. മൂക്കിനെ കൊണ്ട് ഇവനെ അങ്ങോട്ട് വിട്ടിട്ട് എനിക്കിവിടെ കളിക്കാൻ വേണ്ടി ഉള്ളതായിരുന്നു. ഞാനിവിടെ മാച്ച് കളിക്കാൻ വേണ്ടി ഇരിക്കണായിരുന്നു. റെഡിയാക്കാം, ഇത് ചെയ്തോ മുടിഞ്ഞു പോകും, ഡോണ്ട് പറയും. രാത്രി നാളെ ഞാനുണ്ടല്ലോ ഷോപ്പിൽ പോകും. നാളെ നമുക്ക് ഈ മൊബൈൽ തന്ന ഷോപ്പിൽ എന്തായാലും നാളെ പോകണം, മനസ്സിലായോ? നാളെ എന്തായാലും പോകണം. മുടിഞ്ഞു പോകുന്നില്ല. ഇത് ഏത് കുണ്ണ എങ്ങനെ കാണിച്ചെന്ന് അറിയണം നമുക്ക്. ഏത് തന്തയില്ലാത്തവരായാലും ഇത് കാണിച്ചവനെ പിടിക്കണം. അതാ ഉള്ള കാര്യം പറയല്ലോ. ഊമ്പിത്തരമാണ് നമുക്ക്. ഞാൻ ഇതിനകത്ത് കമ്പി വെച്ച ഡിവൈസ്, കമ്പി വെച്ച മൊബൈൽ ഇത് വെച്ച് ഞാൻ ഗിവ് അവേ വീഡിയോ അടിക്കണം. ഇത് അറിയണമല്ലോ, സംഭവം അറിയണം. മിസ്റ്റർ ഓരയുടെ ഓരോ മൈനസ് ആയെന്നാ ഇവിടെ ഇവിടെ ഞാൻ ഞെട്ടിപ്പോഴ. ഇവിടെ ഞാൻ ആലോചിക്കുന്നത് അറിയോ, ആ സാധനം വലിച്ചിട്ട് ആ ഡിവൈസ് ഇങ്ങനെ വെറുതെ ഒന്ന് പൊക്കിട്ട് ഹലോ നല്ല പണി കൊടുക്കാം. നോ കൊടുക്കണം, ഉറപ്പായിട്ട് കൊടുക്കണം. ബോക്സ് എടുത്ത് ക്യാമറ കമ്പി നൈസ് സ്ക്രിപ്റ്റ്. ഈ സാധനം നോക്കി സ്ക്രിപ്റ്റ് അടിക്കാൻ ഞാൻ സ്ക്രിപ്റ്റ് അടിച്ചാൽ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ മാറ്റത്തില്ല. ഇതിപ്പോ എത്ര നേരമായി? ഈ പെട്ടി കണ്ടോ? അവന്റെ ഒട്ടിച്ചു വെച്ചേക്കാം. ഇത് ആപ്പിൾ മറ്റേ അടിക്കണക്ക് പറ്റി കണക്ക് അപ്പുറം കണക്ക് അതിന്റെ കൊലം കാണിച്ചു തരട്ടെ. ആ സൈഡ് അണ്ണാ ഇന്ന് സൂപ്പർ ആയിട്ട് സൈഡില്ലേ? ആ പറ. യൂറോപ്പിൽ എങ്ങനെ പോയി? ടൈറ്റിൽ ചേഞ്ച് ആക്കാനോ? നമ്മൾ എന്തിനാ അറിയിക്കോളെ പിന്നെ ചെയ്യുന്നത്? നെക്സ്റ്റ് ആക്ടർ രാഹുൽടാ പോടാ കുട്ടച്ചവനെ. വല്ല 5 കോടിയുടെ ഇതൊക്കെയാണ് ആക്ട് ചെയ്യാൻ. സ്ക്രിപ്റ്റൊന്നുമല്ലോ, 100 ഇതിനോട് സ്ക്രിപ്റ്റ് കാണിക്കണേ മുത്തേ. അക്ഷയ മോനും ഇല്ല മുത്തേ. നിനക്ക് മൊത്തം ഡിവൈസ് കിട്ടിയിരിക്കും. സീരിയസ്ലി പറയാലോ. ഇല്ല ഞാൻ ലൈവ് വരുവാണെങ്കിൽ നിനക്ക് ഡിവൈസ് എന്നിട്ട് നമ്മൾ ഞാൻ ലൈവ് വരത്തുള്ളൂ യൂട്യൂബിൽ. ഉള്ള കാര്യം പറയാലോ. നിനക്ക് ഡിവൈസ് സെറ്റാക്കി തന്നെ സായി പോപ്പി ഇനി ലൈവ് യൂട്യൂബിൽ വരത്തില്ല. ഇല്ല സായി പോപ്പി ലൈവ് യൂട്യൂബിൽ വരത്തില്ല. ഓക്കെ, നോ സ്ക്രിപ്റ്റ്. ഓ അയ്യോ പോലീസ് പോടാ കൂട്ടാനി. നോ സ്ക്രിപ്റ്റ് പുള്ളിയാണല്ലോ കോടതി. തീരുമാനിക്കണതല്ല. അപ്പൊ പ്രാങ്ക് പ്രാങ്ക് അല്ലടാ മുത്ത. അണ്ണനെ വിശ്വാസമില്ല നിനക്ക്, സായി ബോബിനെ വിശ്വാസമില്ല. ഇടുക്കി കട്ടർ അക്ഷയ് എം പി അക്ഷയ് ഓമ്പി അയാൾ ഇല്ല കൊടുത്തിരിക്കും അവനെ. ഉറപ്പായിട്ട് അവനൊരു 2 ഉന്നം മൊബൈൽ എന്തായാലും അവൻ ഇതുപോലെ തന്നെ അവൻ ഇവിടെ വരും. ഈ ഇതിൽ ഇപ്പൊ ഓപ്പൺ ചെയ്ത രീതിയിൽ തന്നെ അവൻ ഡിവൈസ് ഓപ്പൺ ചെയ്ത് നമ്മൾ കൊടുക്കിരിക്കും. നാളെ 2 ദിവസം കഴിയുമ്പോൾ നീ ലീവ് എടുക്കണം കേട്ടാ. ഒരു ദിവസം കൂടെ കേട്ടല്ലോ. എടുക്കുവോ? തരുമോ? ആ ഇതുപോലെ തന്നെ നമ്മൾ ഓപ്പൺ ചെയ്യും. ഉള്ള കാര്യം പറയാലോ. റീഫ്രഷ് ആയിരിക്കും. ചപ്രി സത്യം എന്താന്ന് വെച്ചാൽ പറയാനാട്ടാ. ഞങ്ങൾ എന്തിനാണ് ഇത് ചെയ്യുന്നത്? ശരി കളിക്ക് പാന്ന് കളി. അവിടെ ഇനി എങ്ങനെ കളിക്കാൻ പറ്റും? ആ സാംസങ് കാർക്ക് തിരിച്ചു കൊടുക്കേണ്ട ഡിവൈസ് ഒന്നും ഇങ്ങനെ ആവാതിരുന്നാൽ മതി. ഭൂമി ഇല്ല, സാംസങ് കാർക്ക് കൊടുക്കേണ്ട ഡിവൈസ് പൊട്ടിച്ച ഡിവൈസ് അല്ല ഡോക്ടറെ കൊടുക്കണേ. ഇത്
എടാ ഞാൻ ഈ കമ്പി വെച്ച മറ്റേ ബോക്സ് ആയിട്ടാ പോയിട്ട് എല്ലായിടത്തും പോയി ഗിവ് അവേ ഒക്കെ ചെയ്തത്. അതിന് എത്ര വരെ എഴുതി കഴിഞ്ഞ ദിവസം ഇവിടെ പൊക്കി കാണിച്ചതില്ലേ നമ്മൾ ഇത് ആളെ നോക്കിയത് പശ ഇങ്ങോട്ട് ഒട്ടിച്ച് വെച്ചേക്കുന്നത്. പിന്നെ ഇത് മാത്രമായിട്ടാണ് നിന്നെ കൊടുത്തോട്ടെ. ഇത് കൊണ്ടുപോകാണ് ഐഫോണിലാണ് ഫോണിലാണ് ചാർജ് ഇല്ല മറ്റേ ഇതിന്റെ ഫോൺ. ആ IMEI നമ്പർ ഉണ്ട്. ചുരണ്ടി കളഞ്ഞേക്കണ സീരിയൽ നമ്പർ വെച്ച് പിടിക്കാൻ പറ്റുവാ? എന്തേ സീരിയൽ നമ്പർ വെച്ച് പിടിക്കാൻ പറ്റുമോ മുത്തേ ആളെ? സീരിയൽ നമ്പർ ഞാൻ അത് ഒട്ടിച്ചേക്കണാണ് നോക്കി. പിടിക്കാൻ പറ്റുമോ? അടുത്ത ആറ്റിങ് ആണെങ്കിൽ ഇതിന്റെ തന്ത അങ്ങ് ചത്തു പോട്ടെ കൊണ്ടച്ചിമാണ്. അത് മനസ്സിലായപ്പോ ഈ നമ്പർ നോക്കട്ടെ. ഇതിന്റെ ഇതെന്നാ ഇതിന്റെ എല്ലാത്തിന്റെ ഇത് ഇങ്ങനെ കീറി കളഞ്ഞേക്കണേ. സീരിയൽ നമ്പർ സ്ക്രാച്ച് അല്ല ഇതിങ്ങനെ കളഞ്ഞേക്കണേ. ഈ രണ്ട് ഡിവൈസിന്റെ ഒരു ഫോണൊക്കെ മൊബൈൽ എടുത്ത് എന്റെ മൊബൈൽ എടുത്ത് അല്ല നീ കവറങ്ങ് എടുത്ത്. എടാ അതെന്നാ ഇതെന്തോ സീനുണ്ട് കേട്ടാ. ഈ ഡിവൈസ് മേടിച്ച് സ്ഥലം സീനുണ്ട് രാത്രി അമ്മയാണ് നേര്. ഇത് ഈ ഡിവൈസ് എല്ലാം കട്ട് ചെയ്ത് ഈ രണ്ട് അല്ല ഒരു മൊബൈലിന് ഓക്കെ അത് ഇത് സ്കാം ആണ്. ഈ മൊബൈല് ഓക്കെ ഈ മൊബൈല് മൊബൈലായിട്ട് വന്നത്. പക്ഷെ ഇതിന്റെ എന്തിനാ ചെയ്തേക്കണേ? മൊബൈൽ മേടിച്ച കട സ്കാം ആണ് സീരിയസ്ലി. ഇത് കണ്ട എടാ രണ്ടും ഒരുമിച്ച് വിടാൻ വരുന്നതല്ലേ? ഡ്രഗ്സാണ് ഇത്. കണ്ട ഇതാണ് എന്നായിരുന്നു 16 Pro. ഇത് 16 Pro കേട്ടാ ഗൈസ്. കണ്ടല്ലോ ഇത് മാക്സ്. ഇത് മാക്സ് നോക്ക്. എൻ്റെ മൊബൈലിൻ്റെ ഇതിൻ്റെ കളഞ്ഞേക്കണേ IM ചന്ദാനി. ഇതെന്തോ സീനുണ്ട് ഷിറാസിലെ രാത്രി. ഇതെന്തോ സീനുണ്ട്. ഇത് എന്തായാലും കടയിൽ നാളെ ഞാൻ എന്തായാലും കടയിൽ പോവാണ്. ഒരു EID ഉണ്ട്. പക്ഷേ സീരിയൽ നമ്പർ വെച്ച കാര്യമുണ്ടോ ഗൈസ്? ശാസാമ്പ്രനെ വിളിക്കാൻ. എടാ എനിക്ക് മൊബൈൽ ഇല്ല ഗൈസ്, നിങ്ങളത് മനസ്സിലാക്കി. എനിക്ക് പേഴ്സണൽ യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള മൊബൈലാണ് കടലിൽ പോയത്. അത് കഴിഞ്ഞ് ഞാനൊരു മൊബൈൽ ഇവിടെ ഇരുന്ന് ശരിയാക്കിയെടുത്ത് അത് പൊട്ടി തവിട് പൊടിയായിപ്പോയി. മനസ്സിലായോ? അവിടെ ഇപ്പം ഡിവൈസ് യൂസ് ചെയ്യുന്ന അവളുടെ അതിനകത്ത് വാട്സപ്പ് ഇട്ടിരുന്നത്. അവളും ശരത്തണ്ണൻ്റെ വൈഫ്, ശരത്തണ്ണൻ്റെ അമ്മ, അവളുടെ പിള്ളേർ, പിന്നെ ഇവിടുത്തെ മറ്റേ ഇടയ്ക്ക് എടുത്തൊരു കുഞ്ഞൊന്നുമില്ല, അവരെല്ലാം കൂടെ സിനിമയ്ക്ക് പോയപ്പോൾ മനസ്സിലായോ? അപ്പോൾ അവളുടെ കയ്യിലാണ് ഡിവൈസ് ഇരിക്കുന്നത്. അപ്പം എനിക്ക്